അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഐഫോൺ 16e. വേണമെങ്കിൽ SE4 എന്നൊക്കെ വിശേഷിപ്പിക്കാം. നമ്മുടെ SEയുടെ പിന്തുടർച്ചക്കാരനാണല്ലോ. നമുക്ക് ഇതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒത്തിരി പേര് ചോദിച്ചത് കോമ്പാക്ട് ഫോൺ ആണോ, വലുതാണോ, ചെറുതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ സൈസ്. നമുക്ക് പുറത്തെടുത്ത് നോക്കാം. ഇത് ബ്ലാക്ക് എഡിഷൻ ആട്ടോ, അടിപൊളി കളറാട്ടോ. കളർ പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ 15 16 ഒക്കെ ആ ബ്ലാക്ക് എഡിഷൻ തന്നെ വന്നേക്കുന്നത്. സൈസ് ഞാൻ നോക്കിയിട്ട് കുഴപ്പമില്ല, കോമ്പാക്ട് സൈസ് തന്നെ. അതുണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോയ്ക്കകത്ത്. കുഴപ്പമില്ല, ഒരു കോമ്പാക്ട് ഫോൺ എന്ന് പറഞ്ഞ് വേണം പിടിക്കാൻ. നമുക്ക് ആ 12-ന്റെ ഒക്കെ ഒരു ഫീൽ കിട്ടും. ഐഫോൺ 12-നൊക്കെ ഇറക്കിയില്ലേ, ആ ഒരു ഫീൽ കിട്ടും. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു നോച്ചും കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നോച്ചിലേക്ക് വരുമ്പം നിങ്ങൾ പ്രത്യേകം ഓർത്തോണം, ഇതിനകത്ത് ഡൈനാമിക് ഐലൻഡ് ഇല്ല. ഇതിനകത്ത് നമുക്ക് നോർമൽ നോച്ച് മാത്രമേ ഉള്ളൂ. അത് മാത്രം മറന്നു പോകരുത്. പിന്നെ സിംഗിൾ ക്യാമറയേ ഉള്ളൂ എന്ന കാര്യവും മറക്കരുത്. ഡബിൾ ക്യാമറയൊന്നുമില്ല, സിംഗിൾ ക്യാമറയേ ഉള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ 18 ചിപ്പ് സെറ്റ് വെച്ച് 16-ന്റെ അടുത്ത് തന്നെ ഒരു ബാറ്ററി ബാക്കപ്പിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല മോഡലാണ് ഐഫോൺ 16e. ആരെടുക്കണമെന്ന് ചോദിച്ചാൽ ഈ രണ്ടും ഓക്കെ ആണെന്നുള്ളവർ 18-ന്റെ ചിപ്പ് സെറ്റ് കിട്ടും, ബാറ്ററി ബാക്കപ്പ് 16-ന്റെ അടുത്ത് തന്നെ കിട്ടും. ഒരു കോമ്പാക്ട് ഫോണ്. കുറച്ച് ബോർഡർ ഒക്കെ ഉണ്ട് കേട്ടോ, കണ്ടോണം. കുറച്ച് ബോർഡറൊക്കെ സൈഡിൽ കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അവിടെ 16-ന്റെയും 16 പ്രോയുടെ ഒന്നും അത്ര പെർഫോമൻസോ കാര്യങ്ങളോ അല്ല, അത്ര ഡിസൈൻ വൈസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പെർഫോമൻസ് ഉണ്ടോ എന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാമത്. എന്തായാലും ഒരു കോമ്പാക്ട് ഫോൺ 59,000 രൂപയാണ് വില. വേണ്ടവർ കോൺടാക്ട് ചെയ്യാം.